വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ ഓം വിഷ്ണവേ നമ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒന്നും കൂടി അങ്ങോട്ട് സൂചിപ്പിച്ചിട്ടാണ് പോവുക. ആദിത്യ വ്യൂഹ വർണ്ണന എന്നാണല്ലോ അപ്പോൾ ഇതിൽ പറഞ്ഞത്. നമ്മൾ അധ്യായത്തിൻ്റെ ഒരു പേര് പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ സൂതനോട് ഈ തന്ത്രരഹസ്യം അല്ലെങ്കിൽ പൂജായാഗാദികളുടെ അതിൻ്റെ രഹസ്യം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാനെ ആരാധിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഫലങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞു. അതേപോലെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നുള്ളത് ഇവർ തന്നെ ശൗനകാദി മഹർഷിമാർ തന്നെ അങ്ങോട്ട് പറഞ്ഞു. അംഗം ഉപാംഗം ആയുധം ആഭരണം വാഹനം പാർഷദർ ഇങ്ങനെ പൂജിച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടതായിട്ടുള്ള ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ. മർത്യൻ ചെയ്ത് കഴിഞ്ഞാൽ അമർത്യനാവുമല്ലോ. അതേപോലെ അതിൻ്റെ രഹസ്യം കൂടി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ സൂതൻ അത് പറഞ്ഞത് ബ്രഹ്മാവാണ്, ശിവനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ രൂപത്തിലേക്ക് എത്തിയത് പിന്നീടുള്ള മഹർഷിമാരാൽ ക്രമേണയായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ആ വിധികളെ മുഴുവൻ പറഞ്ഞു തന്ന എൻ്റെ ഗുരുവിനും നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ടാണ് പിന്നെ വിശ്വരൂപം പറയാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ വിശ്വരൂപത്തിൽ ആദ്യത്തെ ബ്രഹ്മാവിൻ്റെ കൽപ്പന തൊട്ടാണ് പറയാൻ തുടങ്ങിയത്. താനിരിക്കുന്നതായിട്ടുള്ള താമരയെ മൂന്നാക്കിയിട്ട് ഭാഗിച്ചു. ആ ഭാഗിച്ചത് ഭഗവാന്റെ ആജ്ഞപ്രകാരമായിരുന്നു എന്നതാണ്. അതിൽ പാദം ഭൂമിയും ഭൂമിക്കടിയിലുള്ള പാതാളം തൊട്ടുള്ള പാതാളം വരെയുള്ള ആ ലോകങ്ങളെയും പാദമായിട്ടും, പിന്നെ അന്തരീക്ഷം നാഭി തൊട്ടുള്ള അന്തരീക്ഷം മറ്റേ ഭൂമി എന്നുള്ള ഭാഗം അത് നാഭിയായിട്ടും, അതേപോലെ സ്വർഗം അത് തൊട്ടുള്ള മുകളിലേക്കുള്ള അത് ശിരസ്സായിട്ടും, ഇങ്ങനെ മൂന്നായിട്ട് കൽപ്പിച്ചു എന്നാണ്. പാദവും അരക്കെട്ടും ശിരസ്സും ആയിട്ട് മൂന്നെണ്ണം കൽപ്പിച്ചു. അതിനെ 14 ലോകങ്ങളായിട്ട് കണക്കാക്കി. അടിയിൽ നിന്ന് പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം എന്ന് ഭൂമിയുടെ അടിഭാഗത്തും, പിന്നെ ഭൂമി, അന്തരീക്ഷം, സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ 14 ലോകങ്ങളെ നിശ്ചയിച്ചു. അതിന് മീതെ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു അതാണ് സഹസ്രാര പത്മം. അതിൻ്റെ ശേഷം ബ്രഹ്മരന്ധ്രം എന്ന് നിൽക്കുക. നമ്മൾ ഈ ശിരസിൻ്റെ ബ്രഹ്മരന്ധ്രമല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്രഹ്മരന്ധ്രം. അതിനെ ഒന്ന് വിസ്തരിച്ചു. അതിനുശേഷം എന്താണ് വിരാട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രകൃതി, മഹത്ത്, അഹം, സൂത്രാത്മ, പിന്നെ അതിൻ്റെ തന്മാത്രകളായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ തന്മാത്രകളായിട്ടുള്ള 5 എണ്ണം, ഇങ്ങനെ 9 തത്വങ്ങളെ കൊണ്ടാണ് വിരാട് രൂപത്തെ ഭഗവാൻ കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഓരോരോ അംഗങ്ങളെയും പറയുകയാണ് ഉണ്ടായത്. അംഗപ്രത്യംഗം എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അംഗം, ഉപാംഗം, ആയുധം, ആഭരണം, വാഹനം, പാർഷദർ എന്നൊക്കെയല്ലേ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അംഗങ്ങൾ സൂര്യൻ കണ്ണായിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ. അത് ശ്ലോകത്തിൽ ഉൾപ്പെടുത്താനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ സൂര്യൻ, ചന്ദ്രൻ അങ്ങനെയാണ് കണ്ണായിട്ട് വരിക. പക്ഷേ അതിന് ചന്ദ്രന് വേറൊരു സ്ഥാനം കൊടുത്തുകൊണ്ടായിരിക്കാം അത് പറയാനുള്ള കാരണം. സൂര്യൻ കണ്ണായിട്ട്, വായു മൂക്കായിട്ട്, ദിക്ക് കാതായിട്ട്, പ്രജാപതി ശിശ്നമായിട്ട്, മൃത്യു അപാനായിട്ട്, ഇന്ദ്രൻ തൊട്ടുള്ള ദേവകൾ കൈകളായിട്ട്, ചന്ദ്രൻ മനസ്സായിട്ട്, യമൻ പുരികമായിട്ട്, ലജ്ജ മേൽച്ചുണ്ടായിട്ട്, ലോഭം കീഴ്ച്ചുണ്ടായിട്ട്, നിലാവ് പല്ലായിട്ട്, അതേപോലെ മായ അത് പുഞ്ചിരിയായിട്ട്, സസ്യം രോമങ്ങളായിട്ട്, മേഘം തലമുടിയായിട്ട്, ഈ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ശരീരം എങ്ങനെയാണോ വിന്യാസം ചെയ്തത് ആ നിലയ്ക്കാണ് അത് കണക്കാക്കിയത്. ബ്രഹ്മാവ് തൻ്റെ തന്നെ ശരീരത്തെ അതിനെ ഒന്ന് മിനുസപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ നന്നാക്കിയെന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെയൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ആ സൃഷ്ടിയാണ് ഏറ്റവും നന്നായത് എന്ന് എല്ലാവരാലും അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ രീതിയിലാണ് ഈ വിരാട്ടിനെയും അവിടെ കണ്ടത്. എല്ലാം സഹസ്രം എന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സഹസ്ര ശിരസ്, സഹസ്ര ബാഹുക്കൾ, സഹസ്ര പാദൻ, സഹസ്രാക്ഷൻ, അങ്ങനല്ലേ. പിന്നെ ആ പ്രകൃതിയെ ഈ
ഉപാംഗങ്ങളായിട്ട് പറഞ്ഞതാണ് ജ്യോതിർമയ ചൈതന്യമായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിനെ ജീവിപ്പിക്കുന്നത്, ചൈതന്യം കൊടുക്കുന്നതായിട്ടുള്ള അതിൻ്റെ പ്രതീകമായിട്ട് പത്മരാഗം എന്ന കൗസ്തുഭം എന്ന മണി അല്ലെങ്കിൽ ആ രത്നത്തിനെ ഭഗവാൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് താലുമൂലത്തിൽ കണ്ഠത്തിലായിട്ട് ധരിച്ചു എന്നാണ്. അതിൻ്റെ ഈ രത്നത്തിൻ്റെ പ്രഭ അത് ശ്രീവത്സം എന്ന മറുകായിട്ട് ഭൃഗുവിൻ്റെ പാദത്തെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോക്കസിങ് നടത്തി എന്നാണ്. അതേപോലെ ഈ സത്വരജസ്തമസ് എന്നുള്ള ത്രിഗുണങ്ങൾ അത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ട വിഭവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 6 ഋതുക്കളിലെ പൂക്കളെ കൊണ്ട് കോർത്തുള്ള വനമാലയായിട്ട്, അപ്പോൾ അതൊരു പ്രതീകമാണ്. വനമാല എന്നുള്ളത് വിഭവം എന്ന നിലയ്ക്ക് കണക്കാക്കുക. അത് അതിൻ്റെ നാനാത്വത്തെ കണക്കാക്കി, അതാണ് സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ട് എന്ന് പറഞ്ഞത്. പിന്നെ മഞ്ഞപ്പട്ടിനെ പറഞ്ഞത് 7 ഛന്ദസ്സോട് കൂടിയിട്ടുള്ള വേദം തൊട്ടുള്ള അറിവുകൾ 18 തരത്തിലുള്ള അല്ലെങ്കിൽ 19 തരത്തിലുള്ള അറിവുകൾ. പിന്നെ ഭഗവാന്റെ പൂണുനൂല് അത് ത്രിത്വത്തെ കണക്കാക്കി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതിൻ്റെ ആ സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ ചെയ്യുന്നു എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് അതിനെ പൂണുനൂലാക്കിയിട്ട് കണക്കാക്കി. അതിനെ മന്ത്രം ആയിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ശബ്ദബ്രഹ്മമായിട്ട് ബന്ധപ്പെടുത്തി ആ ഊമ എന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ 3 വർണ്ണങ്ങളായിട്ടും അതിനെ കണക്കാക്കണം. അതും സിംബോളിക്കാണ്. ഇതൊക്കെ സിംബോളിക്കാണ്. അതേപോലെ മകരകുണ്ടലങ്ങൾ കാതിൽ അത് ഈ ഉപാസന എന്ന നിലയ്ക്കും പിന്നെ സാഖ്യം എന്ന നിലയ്ക്കും, അതായത് സാഖ്യം എന്നുള്ളത് പ്രകൃതിയുടെ ഘടനയും പിന്നെ പ്രകൃതിയിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമായിട്ട് അഷ്ടാംഗയോഗത്തെ ജീവജാലങ്ങൾക്കും. അത് എല്ലാവർക്കും സാധിക്കില്ല, മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. മനുഷ്യർക്ക് തന്നെ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെ രണ്ടിനെയും, ഒന്ന് ഉപായമായിട്ടും ഒന്ന് ഡിസൈനിങ് ആയിട്ടും 2 ആഭരണങ്ങളായിട്ട് കാതിൽ മകരകുണ്ടലങ്ങളെ കാണിക്കുന്നു. പിന്നെ ഭഗവാന്റെ കിരീടത്തെ കാണിച്ചത് എല്ലാവർക്കും അഭയത്തെ കൊടുക്കുക എന്ന ആ ഒരു ഭാവേനയാണ് കിരീടത്തെ കൊടുത്തത്. അവിടെ ഈ കൊട, വെൺകൊറ്റ കൊട എന്നോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു അധികാരപത്രം പോലെ, അത് സാധാരണ കൊട എന്ന് വെച്ചാൽ എന്താ, മഴയായാലും വെയിലായാലും മഞ്ഞായാലും കൊള്ളാതിരിക്കാൻ, അതേ ഭാരം തന്നെയാണ് ഈ അഭയം എന്നുള്ള നിലയ്ക്ക് അതിനെ കാണിച്ചു കിരീടം. പിന്നെ ഈ പ്രകൃതിയെ അവ്യാകൃതം എന്ന് പറഞ്ഞു. അത് അഹം എന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാബോധം എന്ന നിലയ്ക്ക് ആദിശേഷനെ അല്ലെങ്കിൽ സംഘർഷമൂർത്തിയെ കാണിച്ചു. കർമ്മം തന്നെയാണത്. അത് ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കർമ്മം മാത്രമാണ്, അങ്ങനെയല്ല. ഓരോരുത്തർക്കും കർമ്മങ്ങളുണ്ട്. ചേതനത്തിനും അചേതനത്തിനും എല്ലാറ്റിനും കർമ്മമുണ്ട്. നമുക്ക് ആ കർമ്മത്തിന് ഇന്നത് എന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് കർമ്മം എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഓരോന്നിൻ്റെയും സാന്നിധ്യമില്ലാച്ചാൽ അതിൻ്റേതായ പോരായ്മകൾ കാണും. എന്തിനാ രത്നം ചോദിച്ചാൽ നിശ്ചല. നമുക്ക് സ്വതേ ഈ ശരീരത്തിന് ഒരു തിളക്കം കൂട്ടാനോ ആവരിക്കാമെന്നല്ലാണ്ട് നമുക്ക് അതിൻ്റെ രത്നത്തിൻ്റെ ഉപയോഗം എന്താ ചോദിച്ചാൽ നിശ്ചല. സ്വർണം തൊട്ടുള്ള ലോഹങ്ങളുടെ ഉപയോഗം നമുക്കറിയാം. മൂലകങ്ങൾ ഏതെങ്കിലും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ ജീവൻ തന്നെ നഷ്ടമാകുന്ന രീതിയിലാണ് വരിക. അപ്പോൾ അത് മുഴുവൻ അതിലാണ് പെടുക. ഈ ആദിശേഷൻ്റെ അതിലാണ് പെടുക. ആ വസ്തുക്കളുടെ കർമ്മം എന്ന നിലയ്ക്കാണ്. പിന്നെ ധർമ്മജ്ഞാനം, അതിൻ്റെ സാത്വിക ഭാവങ്ങളെല്ലാം കൂടിയിട്ട് ഇത് അതാണ് എന്ന് ഇതിലാണ് ഉള്ളതെന്ന് കാണിക്കാൻ നാഭിയിലെ താമരയെ കാണിച്ചു. അതാണ് സ്ഥാനം എന്നത് കണക്കാക്കിയത്. പിന്നെ ശരീര ഇന്ദ്രിയ മനോബലം അതിനെ എല്ലാം കൂടിയിട്ട് ഒത്തുചേർന്നുകൊണ്ട് പ്രാണതത്വമായിട്ട് കണക്കാക്കി. ഈ പ്രാണതത്വത്തെ പ്രാണനെ നിലനിർത്തണം, മറ്റൊരു തരത്തിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെ നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്രയും കാലം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ 100 കൊല്ലം വയസ്സുണ്ട് വെച്ചാൽ അത്രയും കാലം ആ പ്രാണൻ അവിടെ സുസ്ഥിരമായിരിക്കണം. എത്ര കാലം വേണ്ട വെച്ചാൽ അത്രയും കാലം. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനാണ് ഈ കൗമോദികി എന്ന ഗദയെ അവിടെ പറഞ്ഞത്. അതേപോലെ ഈ ജീവൻ്റെ ആധാരമായിട്ട് ജലത്തെയാണ് കാണിച്ചത്. അതിന്
ഈ പാഞ്ചജന്യം എന്ന ശംഖിനെയാണ് കാണിച്ചത്. അപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് വായു ഇല്ലാണ്ട് പറ്റില്ല വെച്ചാലും, പക്ഷേ ആധാരം ബേസ് ഈ സഞ്ചാരം, ഊർധ്വസഞ്ചാരവും അധസഞ്ചാരവും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്രഹ്മാണ്ടത്തിൽ എങ്ങോട്ട് പോകണമെച്ചാലും വായുവിലൂടെ അല്ല, അത് ജലത്തിലൂടെയാണ്. അതുകൊണ്ട് ജലത്തിനെ ആ നിലയ്ക്ക് കണക്കാക്കി പാഞ്ചജന്യം എന്നാണ് അതിൻ്റെ സിംബോളിക്കായിട്ട് വന്നത്. നമ്മൾ സാധാരണ പാഞ്ചജന്യത്തിന് ജ്ഞാനം എന്ന നിലയ്ക്കാണ് കണക്കാക്കാറ്. ഇത് കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യാപിക്കുന്നുണ്ട്, മറ്റ് വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ ഇങ്ങനെയാണ്. അതേപോലെ സുദർശന ചക്രത്തെ അഗ്നിതത്വമായിട്ടാണ് കാണിച്ചു തന്നത്. സാധാരണ നമ്മൾ സുദർശനം എന്നുള്ളത് കാലചക്രമായിട്ടാണ് കണക്കാക്കാറ്, എന്നാലും ഇവിടെ അഗ്നിതത്വമായിട്ടാണ്. അത് ചില സന്ദർഭങ്ങളിൽ അഗ്നിതത്വമായിട്ട് നമുക്ക് സുദർശനത്തിനെ വ്യാഖ്യാനിക്കുന്നത് കാണാറുണ്ട്. അതേപോലെ നന്ദകം എന്ന ആ വാള് വിദ്യാധരം, അത് ആകാശത്തിൻ്റെ തത്വമായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ തമസ് അതാണ് പരിചയമായിട്ട്, വാളും പരിചയം എന്നാണ് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ ജ്ഞാനവും അജ്ഞാനം, അപ്പോൾ ആ അജ്ഞാനത്തെ തെറുക്കാൻ, അല്ലെങ്കിൽ അജ്ഞാനം വരാതിരിക്കരുത്, സംശയം വരാതിരിക്കുക, അങ്ങനെയൊക്കെ വേണ്ട, അതിനൊക്കെ പരിച. തമസ് എന്ന നിലയ്ക്ക് ആ തത്വമായിട്ട് പരിചയം, ആകാശതത്വമായിട്ട് വാളും കാണിച്ചു. പിന്നെ വില്ല്, ശാർംഗം എന്നുള്ള വില്ല് ഓങ്കാരമായിട്ട്, അതിനെയാണ് കാലമായിട്ട് കണക്കാക്കിയത്. അപ്പോൾ അതും നമുക്ക് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയിക്കും. പിന്നെ ജീവികളുടെ അതാത് കാലത്താണ് ഈ വാസം എവിടെയാണോ വെച്ചാൽ അവിടെ ഭഗവാനാൽ അനുവദിക്കപ്പെട്ടത് എന്ന രീതിയിൽ ആണ് അവിടെ ഓങ്കാരം, ഈ വില്ല് എന്നുള്ള നിലയ്ക്ക് ശാർംഗം പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ ആവനാഴികൾ, ശരങ്ങൾ സൂക്ഷിച്ചതായിട്ടുള്ള ആവനാഴികൾ, അത് കർമ്മങ്ങളാണ്. അതിൽ ഈ ശരങ്ങൾ അത് ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്നതാണ്. അപ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രേരിപ്പിക്കൽ, ഇതെല്ലാം ആ ശരങ്ങളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം രഥം ആയിട്ട് മനോരഥം, മനസ്സ് ക്രിയാശക്തിയോട് കൂടിയിട്ട് രഥം എന്ന സങ്കല്പത്തോട് കൂടിയിട്ട് ഇരിക്കുന്നു. ഭഗവാൻ സ്വതേ രഥത്തിലാണല്ലോ സഞ്ചാരം. ഭഗവാന് രഥം വേണോ വേണ്ടേ അതിൻ്റെ കഥയില്ല, ഗരുഡൻ്റെ പുറത്താണല്ലോ സഞ്ചരിക്കുക. അങ്ങനെയല്ല, ഭഗവാന് രഥമുണ്ട്. അപ്പോൾ ആ രഥം എന്നുള്ളത് മനസ്സ് ആണ്, ക്രിയാശക്തിയോട് കൂടിയിട്ട് എന്ന് പറയണം. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പഞ്ചവിഷയങ്ങൾ, അത് രഥത്തിന് പോകാനുള്ള വഴിയായിട്ടാണ് സാധാരണ പറയാറ്. ഇവിടെ പുറംഭാഗം, പൃഷ്ഠഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. തന്മാത്രകൾ പുറംഭാഗമായിട്ട് കണക്കാക്കണു. അഭയവരത മുദ്ര എന്നുള്ളത് ഈ അനുഗ്രഹവും കാരുണ്യവും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞോളൂ. പിന്നെ പൂജാസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഇത്ര എന്ന് പറയാൻ നിവൃത്തിയില്ല, അത് കണക്കാക്കിയിട്ടാണ് സൂര്യമണ്ഡലം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നാഥൻ സൂര്യനാണ്. അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം എവിടെയൊക്കെ ചെല്ലുമോ എന്ന്, അത്രയും സ്ഥാനം ഭഗവാന്റെ സ്ഥാനമാണ് എന്ന്. അപ്പോൾ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ അധികാരി ഭഗവാൻ സൂര്യനാണ്, ആദിത്യനാരായണനാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഒരു തീരി, ഒരു ചെറിയൊരു ബിംബം അങ്ങനെ സങ്കല്പിക്കരുത് എന്ന് സാരം. ബിംബം അതൊക്കെ തന്നെ മതി, പക്ഷേ സങ്കല്പത്തിൽ ഈ സൂര്യമണ്ഡലം എന്ന് കണക്കാക്കണം. അതേപോലെ മന്ത്രദീക്ഷാദി കാര്യങ്ങൾ ഈ പൂജയ്ക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട്, അത് അന്ധകരണ ശുദ്ധി കിട്ടുന്നത് വരെ മന്ത്രദീക്ഷ ചെയ്തതിൻ്റെ ശേഷം വേണം പൂജയ്ക്ക് ആരംഭിക്കാനെന്ന് അതിൻ്റെ ഒരു വിശദീകരണം. അതെങ്ങനെയാ വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ആദിത്യം അംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം വന്യം ച ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ര ദീക്ഷ എടുത്ത മട്ടായി പൂജയ്ക്ക് അധികാരം കിട്ടി എന്ന് പറയാറുണ്ട്. അതായിരിക്കണം അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ധകരണശുദ്ധി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, മന്ത്രമായതുകൊണ്ടാവും. അതേപോലെ ദേഹശുദ്ധിയാദി കാര്യങ്ങളും കൂടി അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും, അത് ഗോപ്യം ആവണം, ഇതിൽ പറഞ്ഞിട്ടില്ല. അതേപോലെ എന്തിനാണ് പൂജ എന്നുള്ളത്, ഇവിടെയുള്ളത് എന്തോ നമ്മുടെ ബാക്കിയായിട്ട് വരുന്നത് അത് മുഴുവൻ ഇല്ലാണ്ടാക്കാനാണ്.
പാപപുണ്യനാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൂജ. എന്നാൽ പുണ്യം നശിക്കില്ല, പുണ്യം ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് പാപനാശത്തിന് പൂജ എന്നും പറഞ്ഞു. പിന്നെ ഭഗവാന്റെ ഈ കയ്യിലുള്ളതായ താമര, അത് ഐശ്വര്യങ്ങളും ഈ 6 ഭഗവും ആണ്. അത് ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള, നമ്മൾ സാധാരണഗതിയിൽ രൂപം വർണ്ണിക്കുമ്പോൾ ഈ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഓരോരുത്തരും കൊടുക്കുന്നത്, അത് ആ കാൽമുട്ടുകളിൽ മുത്തുകളായിട്ട് ഒളിപ്പിച്ചേർക്കണമെന്നാണ് പറയുക. ഇവിടെ ഈ കയ്യിൽ താമര, ഉപാംഗത്തിൽ താമരയിലാണ് വേണ്ട വസ്തുക്കളെ മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പരിപൂർണനായിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് കയ്യിൽ പിടിച്ച താമരയാണ്. അതേപോലെ ധർമ്മവും യശസ്സും, അതാണ് വെൺചാമരങ്ങൾ, രണ്ട് ചാമരങ്ങൾ ഈ വീശാനുള്ളത്. അതേപോലെ കാലകർമ്മ ഭയം ഇല്ലാത്തതായിട്ടുള്ള ലോകം, വൈകുണ്ഠ ലോകം, അതിനെ വെൺകൊറ്റക്കൊടിയായിട്ട് അവിടെ കണക്കാക്കണു. 3 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, ഇതിൻ്റെ സംയോജനം ഭഗവാൻ ആ 3 വേദത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ആ വേദത്തെ ഗരുഡനായിട്ട് അവിടെ കാണിച്ചു. അപ്പോൾ ഭഗവാന്റെ സഞ്ചാരം ഗരുഡനിലാണ്. ആ ഗരുഡൻ എന്നുള്ളത് ഈ ഋക്ക്, യജുസ്, സാമം എന്നുള്ള 3 വേദത്തിലാണ്. പിന്നെ ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥിരമായിട്ട് വസിക്കുന്നതായിട്ട് ആ ലക്ഷ്മിയാൽ, അത് എല്ലാവർക്കും വേണ്ടത് എന്താണോ അത് കൊടുക്കുക എന്ന, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുക എന്നാണ് പറയുക. ആ ഐശ്വര്യത്തെ കൊടുക്കുക, അത് ലക്ഷ്മി വക്ഷസ്സിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. പിന്നെ വിശ്വക്സേനൻ, അത് തന്ത്രമൂർത്തിയായിട്ട് പറഞ്ഞു. പാർഷദ മുഖ്യൻ എന്ന നിലയ്ക്ക് വിശ്വക്സേനനാണ്. ഈ പാർഷദന്മാർ പ്രത്യേകമായിട്ട് അവർ ഐശ്വര്യങ്ങൾ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ 8 പാർഷദന്മാർ, നന്ദൻ, സുനന്ദൻ തൊട്ടിട്ടുള്ളത്. നന്ദൻ, സുനന്ദൻ, ചണ്ഡൻ, പ്രചണ്ഡൻ, ബലൻ, മഹാബലൻ, കുമുദൻ, കുമുദേക്ഷണനാണ് 8 പാർഷദന്മാർ. ഈ ഐശ്വര്യങ്ങൾക്ക് അണിമ മഹിമ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ അവിടെ പാർഷദന്മാരായിട്ട് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ മൂർത്തിവ്യൂഹമായിട്ട് ഭഗവാൻ വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ഇങ്ങനെ 4 ഭാവത്തിൽ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് മനസ്സിൻ്റെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതകളായിട്ട് മൂർത്തികളായിട്ട് വസിക്കുന്നു. പിന്നെ ജീവൻ്റെ 3 അവസ്ഥകളെയാണ് പിന്നീട് പറഞ്ഞത്. ജാഗ്രതത്തിൽ വിശ്വനായിക്കൊണ്ട് 5 വിഷയങ്ങളെ ഭുജിക്കുന്നു. ഇപ്പോൾ ജാഗ്രതത്തിലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായിട്ട് ഭുജിക്കുന്നത്. അപ്പോഴേ പ്രാരബ്ധം തീരുള്ളൂ. അതേപോലെ സ്വപ്നത്തിൽ തൈജസനായിട്ട് കർമ്മവാസനകളെ മുഴുവൻ കാണുകയാണ്. ഇപ്പോൾ സ്വപ്നം കാണാതിരിക്കുന്ന ഒരാൾ മഹാഭാഗ്യവാനാണ്. അയാൾക്കൊന്നും ബാക്കി അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അഥവാ സ്വപ്നം കാണുന്നത് ഈശ്വരപരമായിട്ടാണ് എങ്കിൽ അതും മറ്റൊരു ഭാഗ്യമാണ്, അവിടേക്ക് എത്താൻ സാധിക്കും. സ്വപ്നം കൃഷ്ണനാവണം. അപ്പോൾ തൈജസനായിട്ട് അങ്ങനെ. അപ്പോൾ സൂക്ഷ്മരൂപിയായിട്ട് കാണുന്നില്ല. സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്ന പേരിൽ അജ്ഞാനിയാവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും അറിയില്ല, ഒരു ഡെത്ത് തന്നെയാണ് സുഷുപ്തി, ഡീപ്പ് സ്ലീപ്പ്. പിന്നെ 4ാമത്തെ ഭാവമായിട്ട് തുരീയനായിട്ട് ഭഗവാൻ സാക്ഷിയായിട്ട് ഈ ജീവനെയും ഈ ശരീരത്തെയും വേർപ്പെടാതെ കണ്ട് സൂക്ഷിക്കുന്നു, രക്ഷിക്കുന്നു, പാലിക്കുന്നു. ഇങ്ങനെ ഏതൊക്കെ ഭക്തന്മാർക്കാണോ ആത്മസ്വരൂപേണ ഈ വൈകുണ്ഠനിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്കെങ്കിലും എത്തേണ്ടത്, ആ ലക്ഷ്യത്തെ അവിടെ ഈ തുരീയൻ കാണിച്ചു കൊടുക്കുന്നു. വേദം, ബ്രഹ്മം, വിഷ്ണു, സ്വപ്രകാശിതൻ ആയിട്ടുള്ള ഭാവം, മഹത്തത്വം, പരിപൂർണതമൻ, അങ്ങനെയുള്ള ആ വിഷ്ണു അല്ലെങ്കിൽ ആ ബ്രഹ്മം ഇപ്പോൾ ശ്രീകൃഷ്ണനായിട്ട് അവതാരം ചെയ്തു, ഈ കാലത്ത് ഭൂഭാരം തീർത്തു എന്നും അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഗോപീനാഥനായിട്ട്. അപ്പോൾ കൃഷ്ണൻ്റെ മഹിമയാണ് പിന്നീട് പറഞ്ഞത്. എല്ലാ അവതാരത്തെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം ശ്രീകൃഷ്ണനുണ്ട്. അതിനെ ഒന്ന് സൂചിപ്പിച്ചു അവിടെ. ഗോപീനാഥൻ, അതാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ ആ കൃഷ്ണൻ്റെ, വാസുദേവൻ്റെ സാരം. അതുകൊണ്ടാണ് ഗോപികൾക്ക് അത് അത്യധികം പ്രാധാന്യമായിട്ട് നമ്മളെല്ലാവരും പറയാറ്. പിന്നെ
അവിടെ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാനെ ഒന്ന് സ്തുതിക്കുന്നു. ഗോപിനാഥനായിട്ടുള്ള ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കുമാറാകണേ. അതേപോലെ പ്രഭാതത്തിൽ ഉണർന്നിട്ട് വിരാട് സ്മരണ ചെയ്യുക. പിന്നെ സ്വന്തം ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ ഭഗവാനെ എപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ എന്ന രീതിയിൽ ആശ്രയിക്കുക, അനന്യ ശരണാഗതി ചെയ്യുക. ഇങ്ങനെ 26 ശ്ലോകങ്ങളെ കൊണ്ട് അവിടെ പറഞ്ഞു വെച്ചു. അതിനുശേഷം ബാക്കിയുള്ള ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതാണ്. അത് ഒന്നാണ് പറഞ്ഞിട്ട് വായിക്കാം, എന്നാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ 12 മാസം, 12 രാശികൾ, 12 സൂര്യന്മാർ, അത് ആരൊക്കെയാണ്, ഈ ആദിത്യവ്യൂഹം എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്, അത് ഭഗവാൻ തന്നെയാണല്ലോ എന്നുള്ള സംശയം ഈ ശൗനക മഹർഷിമാർ ചോദിക്കുന്നു. അപ്പോൾ സൂതൻ ഉത്തരമായിട്ട് പറയണു, ആത്മാവായിട്ടുള്ള വിഷ്ണു തൻ്റെ മായ കൊണ്ട് ഈ ലോകം മുഴുവൻ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ നായകനായിട്ട് സൂര്യൻ എന്ന രീതിയിൽ, ആദിത്യൻ എന്ന രീതിയിൽ വന്നത്. അത് 12 മാസങ്ങൾക്കും 12 വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തോട് കൂടിയിട്ട് തന്നെ ഭഗവാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ യാഗപൂജാദികൾ, ഈ കർമ്മം, ദ്രവ്യം, പൂജ, കർത്താവ്, അതേപോലെ തന്നെ ഈ അംഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഈ സ്രുവം തൊട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ലക്ഷ്യം ചിലപ്പോൾ സ്വർഗ്ഗമാവും, അതേപോലെ അതാത് കാലത്ത്, അതാത് ദേശത്ത്, ഇങ്ങനെ 9 ഭാവത്തോട് കൂടിയിട്ട് ഭഗവാൻ അതിനൊരു വിന്യാസം ചെയ്തിട്ടുണ്ട്. കർമ്മം, ദ്രവ്യം, പൂജ, കർത്താവ്, സ്രുവം, സ്വർഗം, കാലം, ദേശം, ഇങ്ങനെ 9 കാര്യങ്ങളെ കൊണ്ട് ഇതിനെ ഒരു വിന്യാസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ട ഈ മാർഗങ്ങളെ ഭഗവാൻ സ്വീകരിക്കുന്നത് 12 മാസത്തിലും 12 പേരോട് കൂടിയിട്ട്, ഒപ്പം 6 ഗണങ്ങളോട് കൂടിയിട്ട് 7 സാന്നിധ്യം ഉണ്ടാവും. അതായത് ഭഗവാനും പിന്നെ ഋഷിവർഗവും, ഋഷിമാർ, അതേപോലെ യക്ഷരാക്ഷസന്മാർ, രണ്ട് ഗ്രൂപ്പാണ്, യക്ഷനും രാക്ഷസനും, അതേപോലെ നാഗം, പിന്നെ ഗന്ധർവന്മാർ, അപ്സരസുകൾ. ഇത് ഒരു ഏകദേശം പറയുമ്പോൾ ജ്ഞാനം, വസ്തു, ആസക്തി, കർമ്മം, വിഷയം, ഭോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മായ കൊണ്ട് മറിച്ചത് കാരണം ജ്ഞാനം പോലും നമുക്ക് അറിയില്ല. വസ്തു എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചോറ് ഊണ് കഴിക്കുന്നുണ്ട്, എന്തിനാ ചോറ് ഊണ് കഴിക്കേണ്ടത്, എന്താ ചോറ്, ഇതൊക്കെ കഷ്ടിയാവും. വസ്തു ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേപോലെ ഓരോന്നിനോടും ഉള്ള ഈ ആസക്തി എന്തുകൊണ്ട് വന്നു, അതിനെ ഇല്ലാണ്ടാക്കാൻ എന്താ വേണ്ടത് എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. എത്ര ഊണ് കഴിച്ചാലും എന്താ കാര്യം, പിന്നെയും ഊണ് കഴിക്കണ്ടേ. അപ്പോൾ അവിടെ വിശപ്പായാലും ശരി, മറ്റ് പല കാര്യങ്ങളായാലും, ഞാൻ ഒരു ഊണ് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് കർമ്മം ചെയ്യൽ. സദാസമയത്തും കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ മറികടക്കാൻ നമുക്ക് പറ്റണില്ല, വേണ്ടാന്ന് വയ്ക്കാൻ പറ്റണില്ല. അതേപോലെ വിഷയങ്ങൾക്ക് യാതൊരു ലോഭവുമില്ല, ഇഷ്ടം പോലെ വിഷയങ്ങളാണ്. അതും പ്രപഞ്ചത്തിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സമയത്തും ചലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അതിർവരമ്പില്ല എന്ന് സാരം. ഭോഗിക്കാനുള്ള വെച്ചാൽ അത് ഭുജിക്കാനുള്ളതായിട്ടുള്ള ഈ ജീവജാലങ്ങളും അതേപോലെ ഈ ബ്രഹ്മാണ്ടം എത്ര കാലമാണോ നിലനിൽക്കുന്നത് അത്രയും കാലം അത് ഭുജിക്കുകയും ചെയ്യും. പിന്നീട് ഈ 12 മാസത്തിൽ പറയുന്നതായിട്ടുള്ള ഓരോരുത്തരുടെയും അത് വിസ്തരിച്ച് പറയുക. ചൈത്രം തൊട്ടാണ് തുടങ്ങുന്നത്. ചൈത്രം എന്ന് പറയുമ്പോൾ ഏകദേശം മേടമാസം, ഏപ്രിൽ മാസം എന്ന് കൂട്ടുക, ആ സമയത്താണ് വരിക. അവിടെ ചൈത്രമാസത്തിൽ സൂര്യൻ ധാതാവ് എന്ന പേരിൽ, അതേപോലെ ഋഷിമാരിൽ പ്രധാനിയായിട്ട് പുലസ്ത്യൻ, അതേപോലെ യക്ഷന്മാരിൽ അത് രഥകൃത്ത് എന്നാണ് അതിൻ്റെ നേതാവിൻ്റെ പേര്. രാക്ഷസന്മാരിൽ ഹേതി ആണ് രാക്ഷസനായിട്ട്. നാഗം എന്നുള്ളത് വാസുകിയായിട്ടാണ്. ഗന്ധർവൻ അത് തുമ്പുരുവാണ്. അപ്സരസ് അത് കൃതസ്ഥലിയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഈ 12 മാസത്തിലും 7 തരത്തിൽപ്പെടുത്താനുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പോൾ സൂര്യനായിട്ടുള്ള ഭഗവാൻ നാരായണൻ ഇവിടെ ഭുജിക്കാനുള്ളത് എന്താണോ വേണ്ടത് അതും
മുക്തിക്ക് വേണ്ടത് എന്താണോ അതും തരണു. അതാണ് സൂര്യൻ്റെ. നമ്മളിവിടെ എന്ന് പറയുമ്പോൾ സൂര്യൻ മറ്റേ ചൂട് തരണു, ഊർജം തരണു, പ്രകാശം തരണു എന്നൊക്കെ പറയില്ലേ. അതെല്ലാം സൂര്യനെ ഈ ഗായത്രി കൊണ്ട് ഉപാസിക്കുന്ന ഓരോരുത്തർക്കും സാത്വിക ഭാവത്തിലേക്ക് എത്തിയിട്ട് മുക്തിയെയും ഭഗവാനാൽ തരപ്പെടുന്നു എന്ന് സൂര്യൻ്റെ. പിന്നെ ജ്ഞാനം എന്നുള്ളത് നമ്മൾ 5-6 കാര്യങ്ങൾ പറഞ്ഞത് അതാണ്. ജ്ഞാനം എന്നുള്ളത് ഋക്ക്, യജസ്, സാമം, വേദമന്ത്രം കൊണ്ട് ഋഷികളാണ് അത് നമുക്ക് ചെയ്തു തരുന്നത്. ഈ സപ്തർഷികളെ കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ ഇതെല്ലാം തരുന്നത്. അപ്പോൾ ഗുരുക്കന്മാർ, ആചാര്യന്മാർ, മാഷന്മാർ, ടീച്ചർമാർ എന്ന് കണക്കാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അതേപോലെ എല്ലാവരെ കൊണ്ടും നമ്മൾ സാധാരണ രാജാക്കന്മാരെ കൊണ്ട് ചെയ്യിക്കണു എന്നാണ് പറയുന്നത്. രാജാക്കന്മാരത് നിർബന്ധിച്ച് ചെയ്യിക്കണു എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്യണു. പക്ഷേ ഋഷിമാരാണത് ഇങ്ങനെ വേണം എന്ന്. അപ്പോൾ ഉപദേശം ഋഷിമാരുടെയും രാജാക്കന്മാരാൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം എന്ന വിഷയം അങ്ങനെ. പിന്നെ ഗന്ധർവന്മാർ, അവർ ഇവിടെ സൂര്യൻ്റെ മുമ്പിൽ നിന്ന് പാടുന്നു എന്ന് മാത്രമേ വിശദീകരണം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗന്ധർവന്മാരാണ് നമുക്ക് ആസ്വാദനം തരുന്നത് എന്നാണ്. ഗന്ധർവന്മാരും അപ്സരസ്സുകളാണ് നമുക്ക് ആസ്വാദനം തരുന്നത്. ഒന്ന് നൃത്തമായിട്ടും ഒന്ന് പാട്ടായിട്ടും. വാദ്യഘോഷങ്ങളോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ നമ്മളെന്തൊക്കെയാണ് വാദ്യം, എന്തൊക്കെയാണ് ഘോഷം, അതൊക്കെ ഈ പാട്ട് പഠിച്ചവർ, നൃത്തം പഠിച്ചവർ അതിൻ്റെ ഇൻ ബിഹൈൻഡ് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. നല്ല ഗുരുക്കളാണ് കേട്ടോ, ഈ ജ്ഞാനമുള്ള ഗുരുക്കളാണ്, എൻ്റെ ഈ ക്യാപ്സ്യൂൾ ഗുരുക്കളല്ല. അവർ പാട്ടിന് ഇന്ന ഗുണങ്ങളുണ്ട്, നൃത്തത്തിന് ഇന്ന ഗുണങ്ങളുണ്ട്, അത് ശരീരത്തിന് ഇന്ന ഗുണങ്ങളുണ്ട്, ജീവൻ ഇന്ന ഗുണങ്ങളുണ്ട് എന്നൊക്കെ അതിൻ്റെയൊക്കെ വലിയൊരു തത്വമുണ്ട്. അപ്പോൾ വിഷയം ഗന്ധർവന്മാരും ഭോഗം എന്നുള്ളത് അപ്സരസ്സുകളും. പിന്നെ അടുത്തത് നാഗങ്ങളാണ്. അതിനെ ഈ കർമ്മമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് കടിഞ്ഞാണായിട്ടാണ് പറയുന്നത്. അതായത് ഈ ദേഹം കൊണ്ടാണല്ലോ പ്രാരബ്ധം മുഴുവൻ തീർക്കേണ്ടത്. അതിന് എല്ലാ നിയന്ത്രണങ്ങളും ഭഗവാനാണ് ചെയ്യുന്നത്. അത് നാഗങ്ങളെ കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു രഥമാണെങ്കിൽ ആ രഥത്തിൻ്റെ കടിഞ്ഞാണായിട്ടാണ് ഈ നാഗങ്ങളെ കണക്കാക്കുക. ഈ രഥത്തിനെ യക്ഷന്മാർ ആണ് ഈ തേര് യോജിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരം ഒരു തേരാണ്. ആ തേര് ഇപ്രകാരത്തിൽ യക്ഷന്മാരാൽ യോജിപ്പിക്കുന്നു. അത് സാത്വിക ഭാവ. കുബേരൻ യക്ഷന്മാരുടെ രാജാവാണ്. യക്ഷന്മാർ കുബേരൻ അല്ലെങ്കിൽ യക്ഷന്മാർ ഈ ഭഗവാന്റെ ദേവഗണത്തിലാണ് പെടുക. രാക്ഷസന്മാരും ദേവഗണത്തിലാണ് പെടുക. അതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. അതായത് യക്ഷന്മാർ ഭഗവാന്റെ ഇഷ്ടക്കാരായിട്ട് വരും. അവർ ഇപ്പോൾ അതിൻ്റെ ഒരു ആധിപത്യം നിലയ്ക്ക് 8 നിധികൾക്ക് അധിപതി ആയിട്ട് കുബേരനെ നിശ്ചയിച്ചു എന്നാണ്. കുബേരനെ ഈ 8 നിധികൾക്ക് അധിപതി എന്നുള്ളത് ഈ ദേഹത്തിൻ്റേതായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ മൂലകങ്ങളെ മുഴുവൻ ഈ യക്ഷരിലൂടെയാണ് കിട്ടുക എന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ താത്വികം കുറച്ച് അധികം ഡീപ്പായിട്ട് പോയാലും മുഴുവൻ കിട്ടുന്നുണ്ടാവുള്ളൂ. നമുക്ക് അത്രയ്ക്കൊന്നും പറയാറില്ല. പക്ഷേ എന്നാലും ഈ രഥത്തിനെ യോജിപ്പിക്കാൻ വേണ്ട ഓരോ മൂലകങ്ങളെയും അത് മുഴുവൻ സംഘടിപ്പിച്ച് കൊടുക്കുന്നത് യക്ഷന്മാരാണ്. യക്ഷന്മാർ സ്വതേ ചെറിയ ആൾക്കാരാത്രേ. അപ്പോൾ അങ്ങനെ യോജിപ്പിക്കുക എന്നത്, തേര് യോജിപ്പിക്കുക, ഈ ശരീരത്തെ യോജിപ്പിക്കുക എന്ന് ചെയ്യുന്നത് യക്ഷന്മാരാണ്. അപ്പോൾ സസ്യജാലങ്ങൾക്ക് ഒരു തരത്തിലാണ്, നമുക്ക് വേറെ തരത്തിലാണ്, ദേവന്മാർക്ക് വേറെ തരത്തിലാണ്, അതേപോലെ ഈ പ്രാണിവർഗ്ഗങ്ങൾക്കാച്ചാൽ അങ്ങനെ തിര്യക് ജാതികൾക്കാച്ചാൽ ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനനുസരിച്ച് അവർ ചേർക്കുന്നു. അതാണ് യക്ഷന്മാർ. അതേപോലെ ഇതിൻ്റെ ഒരു നടത്തം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സഞ്ചാരം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ രാവിലെ അല്ല, ജനിച്ചന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള ആ നടത്തത്തിനെയാണ് സഞ്ചാരം എന്ന് പറയുക. അപ്പോൾ ആ സഞ്ചാരം അതിന് പിൻബലമായിട്ട് രാക്ഷസന്മാരാണ് എന്നാണ്. അപ്പോൾ ഇതിനെ പിന്നിൽ നിന്ന് തള്ളുകയാണ്. ആ ഭാവമാണ് ഈ ആസക്തി. ഈ ആസക്തി ഇല്ലെങ്കിൽ, ജീവിതാശ ദുരത്യയ എന്ന ഈ ഭാവമില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഒരു ലേശം ബോധം, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്, ഒരു 10ാം ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ കുറേശ്ശെ ബോധം വന്നു വെച്ചാൽ അന്ന് തന്നെ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റും. ഈ ആസക്തി ഇല്ലാച്ചാൽ ഇവിടെ എന്തൊക്കെയോ നമുക്ക് കിട്ടാനുണ്ട് എന്ന് തോന്നുക.
അങ്ങനെ തോന്നിക്കുന്നത് ഈ രാക്ഷസന്മാരാണ്. അപ്പോൾ ഈ ആസക്തിയെ ഭഗവാനാൽ അത് പൃഷ്ഠഭാഗത്തായാണ്, പിൻഭാഗത്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ തേരിനെ, ഇപ്പോൾ നമ്മുടെ ഈ തേരിനെ രാക്ഷസന്മാരാണ് തള്ളുന്നത് എന്നാണ്. അതേപോലെ ഈ ലക്ഷ്യത്തെ കാണിച്ചു തരുന്ന ഭാവം, അത് അതിന് ശേഷം പറയുന്ന ഒരു ഇതിൽപ്പെട്ടതാണ്. ബാലകില്യന്മാർ 60,000 ഋഷികൾ ഗായത്രി ചൊല്ലിക്കൊണ്ട് സൂര്യൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിന്നാക്കം നടന്നുകൊണ്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് ഈ സൂര്യനിൽ നിന്നുള്ള തേജസ്, ഈ ഭർഗസ്, ആ ഭർഗസിനെ മുഴുവൻ ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് എല്ലാവർക്കുമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്ന ആ സൽപ്രവൃത്തിയെ ചെയ്യുന്നവരാണ് ബാലകില്യന്മാർ എന്ന 60,000 ഋഷികൾ. വളരെ ചെറിയവരാണ്, അണുമാത്രം, വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മറ്റേ അങ്കുഷ്ടമാത്രം എന്നൊക്കെ പറയണു. അങ്കുഷ്ടം എന്നുള്ളതിൻ്റെ അർത്ഥം അണു എന്നുള്ള അർത്ഥത്തിലുള്ളൂ, അല്ലാണ്ട് ചള്ളവരലിൻ്റെ അത്ര വലിപ്പമുണ്ടെന്നല്ല. അങ്ങനെ അവർ സൂര്യനെ നോക്കിയിട്ട് സ്തുതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഭർഗസിനെ കിട്ടുന്നത് എന്നിങ്ങനെ അതിവിസ്തൃതമായിട്ടുള്ള ഒരു പ്രകരണമാണ് ഒരു അധ്യായം കൊണ്ട് ഈ 12 രാശികളിലൂടെ 6 ഗണങ്ങളെ കൂട്ടിക്കൊണ്ട് ഭഗവാൻ നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മൾ 24 ശ്ലോകങ്ങളാണ് പറഞ്ഞു വെച്ചത്. 25-ാമത്തെ ശ്ലോകം തൊട്ട് കേൾക്കാം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണ്യഋഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിത വ്രജഭൃത്യഗീത തീർത്ഥശ്രവ ശ്രവണമംഗള പാഹി ഭൃത്യാൻ. അല്ലയോ ശ്രീകൃഷ്ണ, കൃഷ്ണസഖ അർജുന, വൃഷ്ണിയുടെ പിൻഗാമികൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇപ്പോൾ ആ നിലയ്ക്കല്ല, ഈ യാദവരെന്ന് മൊത്തം കണക്കാക്കിയാൽ മതി. അത് ഒറ്റയാളുടെ എന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല, മൊത്തം എന്ന് കണക്കാക്കിയാൽ മതി. അതിൽ മുഖ്യനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ, അവനി ഈ ഭൂമിയിൽ ധൃക്ക്, കലഹപ്രിയരായിട്ടുള്ള എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല, ഏതായാലും രാജന്യ വംശ, രാജാക്കന്മാരുടെ വംശത്തെ ദഹന, അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം മൂലം അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ദഹന, അതിൻ്റെ നാശകത്തിന് കാരണക്കാരനായിട്ടുള്ള അനപവർഗ, ക്ഷയമില്ലാത്തതായിട്ടുള്ള, അപവർഗം അനപവർഗം, ക്ഷയമില്ലാത്തതായിട്ടുള്ള, മോക്ഷം ഇല്ലല്ലോ, ഭഗവാന് മോക്ഷത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ക്ഷയമില്ലാത്ത എന്ന് പറയാൻ കാരണം. പിന്നെ വീര്യ, ഭഗവാന്റെ ഈ വീര്യം, ഗോവിന്ദ, ഇങ്ങനെയുള്ള ഗോലോകത്തെ മുഴുവൻ എന്ന് വെച്ചാൽ ഈ യാദവ സമൂഹത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഭൂമിയിലെല്ലാവരെയും, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലെല്ലാവരെയും ആ രീതിയിൽ വിന്യസിച്ച, ഇങ്ങനെ നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണ്. ദേവന്മാരായാലും നമ്മളായാലും ഏത് ലോകത്തിൽപ്പെട്ടായാലും ഒക്കെ അതിൽപ്പെട്ട തന്നെയാണ്. എങ്കിലും ഗോവിന്ദ എന്ന് പറയുമ്പോൾ സാധാരണ ഓടി വരിക വ്രജത്തിലെ എന്ന് പറയും. ഏതായാലും ഇവിടെ കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചെന്നുള്ളതുകൊണ്ട് ആ ഗോവിന്ദനെ എടുത്താൽ മതി. പിന്നെ ഗോപ വനിത, അടുത്തതാണ് ഗോപന്മാരുടെയും അതേപോലെ ഗോപസ്ത്രീകളുടെയും വ്രജ, അവരുടെ കൂട്ടം, അതേപോലെ ഭൃത്യ, അവരുടെ ഭൃത്യന്മാരാൽ. പിന്നെ ഗീത, ആലപിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും ഭഗവാനെ പുകഴ്ത്തി വാഴ്ത്തി, അങ്ങനല്ലേ. തീർത്ഥ, പുണ്യകരമായിട്ടുള്ള ഏറ്റവും വിശുദ്ധമായിട്ടുള്ള തീർത്ഥസ്ഥലം എന്ന നിലയിൽ. ശ്രവ, ആരുടെ മഹിമകളാണോ കേൾക്കേണ്ടത് അത്. ശ്രവണ, ആരെ പറ്റിയാണോ ശ്രവിക്കുന്നത് അത്. മംഗള, അത് ശ്രവിച്ചു കഴിഞ്ഞാലത്തെ മംഗളകരമായിട്ടുള്ള അവസ്ഥ എന്താണോ അത്. അങ്ങനെ തരുന്നതായിട്ടുള്ള ഭഗവാനെ പാഹി, ഞങ്ങളെ രക്ഷിക്കുമാറാകണേ. ഭൃത്യാൻ, അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ഞങ്ങൾ. അപ്പോൾ അവിടെ ഗോപന്മാരെ എന്നോ ഗോപിമാരെ എന്നോ അല്ലെങ്കിൽ പശുക്കളെ എന്നോ ഉദ്ദേശിച്ചത് അവരുടെ നാഥനായിട്ടുള്ള ഭഗവാൻ അതേപോലെയുള്ള വർഗത്തിൽപ്പെട്ട നമ്മളെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് അന്വയിച്ചാൽ അതങ്ങോട്ട് ശരിയായി. ഭഗവാനെ കൃഷ്ണ, അർജുനൻ്റെ മിത്രമേ, അല്ലയോ വൃഷ്ണി വംശ പിൻഗാമികളിൽ മുഖ്യനായവനെ. അപ്പോൾ അത് യാദവൻ നിൽക്കണം. അങ്ങ് ഈ ഭൂമിയിൽ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഷ്ടതകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ രാജാക്കന്മാരുടെ മുഴുവൻ, അല്ലെങ്കിൽ ഭൂമിയുടെ ഈ ദുഷ്ടതയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവരെയൊക്കെ
സംഹരിക്കുക എന്ന് ചെയ്ത അപ്പോൾ മഹാദേവന് തുല്യനായി. അങ്ങനെ ലീല കാട്ടിയ ഒരാളാണ്. അങ്ങയുടെ ശക്തി ഒരിക്കലും ക്ഷയിക്കില്ല. അങ്ങ് ഈ അഗോചരനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇന്ദ്രിയ അതീതനായിട്ടുള്ള ത്രിഗുണ അതീതനായിട്ടുള്ള അതേപോലെ ഈ ലോകമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റാത്ത ഒരു ലോകത്തിൻ്റെ ഉടമയായിട്ടുള്ള വൈകുണ്ഠലോകം അങ്ങനെയാണ്. ഇവിടെയൊക്കെ കുണ്ഠിത ലോകമാണ്. അവിടെ ഭഗവാന്റെ ലോകം വൈകുണ്ഠമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ലോകത്ത് വസിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ലീലകളെ ശ്രവണം ചെയ്യുന്നത് കൊണ്ട് കേട്ടാൽ മാത്രം മുക്തി കിട്ടുക അല്ലെങ്കിൽ എല്ലാ മംഗളങ്ങളെയും കൈവരുക അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെയുള്ള അതിദിവ്യമായിട്ടുള്ള മഹിമകളെ ഈ വൃന്ദാവനത്തിലെ ഗോപാലന്മാർക്കും ഗോപികമാർക്കും അതേപോലെ അവരെ ആശ്രയിക്കുന്നവർക്കും പശുക്കൾക്കും വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തു. അതെല്ലാം മഹർഷികൾ എല്ലാവരും കൂടിയിട്ട് ഒരേപോലെ തന്നെ അതിനെ കാണുന്നു, ആശ്രയിക്കുന്നു, അതിലൂടെ മുക്തി നേടുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എല്ലാ അനുഗ്രഹത്തോടും കൂടിയിട്ട് അല്ലെങ്കിൽ ദയയോടു കൂടിയിട്ട് ഈ ഭക്തരായിട്ടുള്ള ഞങ്ങളെയും രക്ഷിക്കുമാറാകണേ, പാഹി. ഇങ്ങനെ ആ ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യാർത്ഥം. അന്വയം നോക്കാം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണഋഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിതാ വ്രജഭൃത്യഗീതതീർത്ഥശ്രവ ശ്രവണമംഗള പാഹി ഭൃത്യാൻ. അപ്പോൾ ഈ ശ്ലോകത്തിന് 2 അർത്ഥം നമ്മൾ കണക്കാക്കണം. അല്ലയോ ശ്രീകൃഷ്ണ, അവിടെ ഹേ ആനന്ദമൂർത്തേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വ്യാഖ്യാതാവിൻ്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള വ്യാഖ്യാനമാണ്. കൃഷ്ണസഖ, അർജുനൻ്റെ സുഹൃത്തായുള്ള ഭഗവാനെ, വൃഷ്ണി ഋഷഭ, വൃഷ്ണി കുലത്തിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠ, അവനിധൃക് രാജന്യ വംശദഹന, ഭൂമിയെ ദ്രോഹിക്കുന്നതായിട്ടുള്ള അവനിധൃക് ആയിട്ടുള്ള, അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, ധൃക്ക് എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്ന, ആ ഭൂമിയെ ദ്രോഹിക്കുന്നതായിട്ടുള്ള രാജവംശത്തെ ദഹിപ്പിക്കുന്നതായിട്ടുള്ള അഗ്നിയായ ഭഗവാനെ, രാജന്യ വംശദഹന. അപ്പോൾ അഗ്നി കൊണ്ടല്ലേ ദഹിപ്പിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അനപവർഗവീര്യ, എത്ര പ്രവർത്തിച്ചാലും വീര്യം പിന്നീടും ബാക്കിയാണ്. നമുക്കൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും, വയർപ്പ് വരും, പണി നിർത്തണം. ഭഗവാൻ അതില്ല. അതാണ് അനപവർഗവീര്. അങ്ങനെയുള്ള ഭഗവാനെ ഗോവിന്ദ. ഇപ്പോൾ ഇവിടെ മറ്റേ ഈ എന്താണ് പറയുക, ഗോവിന്ദാഭിഷേകം അത് സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാനെ, ഗോപവനിതാവ്രജ ഭൃത്യഗീത തീർത്ഥശ്രവ, ഗോപസ്ത്രീകളുടെ സംഘത്താലും ഗോപന്മാരുടെ സംഘത്താലും ഗാനം ചെയ്യപ്പെടുക അല്ലെങ്കിൽ സ്തുതിക്കുക തുടങ്ങിയ അത്രയും പുണ്യകീർത്തിയോട് കൂടിയ ഭഗവാനെ, ശ്രവണമംഗള, കേൾക്കുമ്പോൾ തന്നെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ, ഭൃത്യാൻ പാഹി, അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ഞങ്ങളെ പാലിച്ചാലും. അപ്പോൾ ഈ വൃന്ദാവന ലീലകളെ മുഴുവൻ സ്മരിച്ചുകൊണ്ട് അത് മുഴുവൻ വിശേഷണമാക്കി മാറ്റിക്കൊണ്ട് ആ ഭഗവാനെ ഇവിടെ നമ്മൾ ഓരോരുത്തരും, അപ്പോൾ അവിടെ സൂതനില്ല, ശൗനകാദി മഹർഷിമാരില്ല, ശ്രീശുകനില്ല, അവരെക്കാട്ടിലൊക്കെ കൂടുതൽ ഈ ലോകഹിതാർത്ഥം ഈ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ട് സത്രം ചെയ്ത അവർ ഈ സൂതനിൽ നിന്നും ഇത് കേൾക്കുമ്പോൾ ഈ ഭാഗവതത്തിൻ്റെ മുഴുവൻ അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ ആകത്തൂക്കം എന്താണ്, എല്ലാവർക്കും മുക്തി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ട് നവീന മാർഗ എന്ന് പ്രത്യേകം പറഞ്ഞത്. ആ നവീന മാർഗം സൃഷ്ടിച്ചത് ഈ അമ്പാടിക്കണ്ണന. അത് ഉദ്ധവോപദേശം വരെ നീണ്ടു നിന്നു. അത് ചെയ്തതായിട്ടുള്ള ഭഗവാനെ, അപ്പോൾ അതിൽ ബാലലീലയ്ക്ക് പ്രാധാന്യം, അതുകൊണ്ട് അമ്പാടിക്കണ്ണനെ പ്രത്യേകമായിട്ടൊന്ന് കണക്കാക്കി. എന്നിട്ട് ആ ഭഗവാനോട് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വന്നത് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തെ ആദ്യം പറഞ്ഞു, എന്നിട്ട് രക്ഷിക്കാൻ പറഞ്ഞു. ഏതൊരു ഭഗവാന്റെ ഉപാസനാ വിധി വിസ്തരിച്ച് പറഞ്ഞുവോ ആ ശ്രീകൃഷ്ണമൂർത്തിയെ സ്തുതിക്കുന്നു. ഹേ ശ്രീകൃഷ്ണ, ഹേ അർജുനൻ്റെ സ്നേഹിത, ഹേ വൃഷ്ണികുലോത്തംസ, ഹേ ഭൂതന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ വംശത്തെ
ദഹിപ്പിക്കുന്നതിൽ പ്രകാശിപ്പിച്ചതായിട്ടുള്ള അക്ഷീണ പരാക്രമശാലിൻ ഹേ ഗോവിന്ദ, ഗോപസ്ത്രീകളാലും നാരദാദി ഭൃത്യവർഗത്താലും കീർത്തിക്കപ്പെടുന്ന പുണ്യകീർത്തിമാനായുള്ള ഭഗവാനെ, കഥാശ്രവണ മാത്രത്താൽ മംഗളം നൽകുന്ന മഹച്ചരിത ഭൃത്യരായിട്ടുള്ള ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ അതിൽ നാരദനെ സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. നാരദൻ സ്വതേ ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഭാവത്തിലാണ്. നാരന്തം പരമാത്മകം ഇതി എന്നാണ്. അപ്പോൾ നാരദൻ നാരങ്ങളെ ദാനം ചെയ്യുന്നവൻ ആണ് നാരദൻ. ആർക്ക്? ഭഗവാന് നാരങ്ങളെ, ജീവജാലങ്ങളെ ദാനം ചെയ്യുന്നവൻ, ഭഗവാന് പരമാത്മാവിലേക്ക് ഈ നാരങ്ങളെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ആ മുനിയാണ് നാരദൻ. ഭഗവാന്റേതായിട്ടുള്ള കഥകളെ വിന്യാസം ചെയ്തു എന്നത് വ്യാസൻ. അങ്ങനെ ഓരോ മഹർഷിമാർക്കും അതാത് പേരുകൾ കൊടുക്കാനും ആ പേരുകൾക്കൊക്കെ അത്രയും കൂടുതലും അർത്ഥവും ഉണ്ട്. നന്ദഗോപര്, നന്ദൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഭഗവാനെ നല്ലവണ്ണം ആസ്വദിച്ചു, ആനന്ദിച്ചു. അതുകൊണ്ട് ആ ആനന്ദത്തെ സ്വയം എടുക്കല്ല, എല്ലാവർക്കും കൊടുത്തു. യശോദ, ആ യശസ്സിനെ എല്ലാവർക്കും എന്നും പാടി പുകഴ്ത്താറാക്കി. വസുദേവർ, സ്വീകരിച്ചു എന്നാണ്. എപ്പോഴും ഉള്ളിൽ ഈ കൃഷ്ണനെ ഉള്ളിൽ കൊണ്ട് നടക്കുക, അതാണ് വസുദേവർ. ദേവകി, ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെപ്പോലുള്ളവർക്കും കൂടി സാധിപ്പിക്കും എന്നുള്ളതാണ്. മാതൃകയായിട്ടാണ് ദേവകി. അങ്ങനെ എല്ലാ നാമങ്ങൾക്കും എത്രയോ അർത്ഥം ചോദിച്ചാലും ശരി, അതിനെ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് ഈ ഭാഗവതം പഠിച്ചാൽ, ഇതിഹാസങ്ങളായിട്ടുള്ള മറ്റേ രാമായണവും ഈ ഭാരതവും പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണമെന്ന് ആൾക്കാർ പറഞ്ഞു? ഈ അർത്ഥങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ വേണ്ട രീതിയിൽ അതിൻ്റെ നൗൺ എന്താ വെച്ചാൽ അതും, അതുപോലെ ക്രിയ എന്താ വെച്ചാൽ അതും, അത് നല്ലോണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്ര പ്രാധാന്യമാണ്. അതാണ് ഇവിടെ അതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാനുള്ള കാരണം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിർഷഭാവനിധൃരാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിത വ്രജഭൃത്യഗീതതീർത്ഥശ്രവ ശ്രവണമംഗള പാഹി ഭൃത്യാൻ. യ ഇദം കല്യ ഉത്ഥായ മഹാപുരുഷലക്ഷണം തച്ചിത്ത പ്രയതോ ജപ്ത്വാ ബ്രഹ്മവേദ ഗുഹാശയം. യഹ, ആരാണോ കല്യേ ഉഷക്കാലത്തിൽ ഉത്ഥായ എഴുന്നേറ്റിട്ട് മഹാപുരുഷ ലക്ഷണം, ഈ മഹാപുരുഷൻ്റെ ലക്ഷണത്തോടു കൂടിയ ഈ പ്രകരണത്തെ, അതായത് സൂര്യമണ്ഡലത്തെ ഇങ്ങനെയാണ് ഭഗവാൻ വിന്യാസം ചെയ്തിരിക്കുന്നത്. ഈ വിശ്വരൂപനായിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെയാണ് തൻ്റെ ഈ രൂപത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ നീട്ട് കഴിഞ്ഞാൽ സൂര്യനെ തൊഴുന്നു, രാവിലെ നീട്ട് കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തെ, വിശ്വത്തെ, വിശ്വരൂപനെ, വിശ്വം വിഷ്ണു വഷൾക്കാര, രാവിലെ നീട്ടാൽ സഹസ്രനാമം ചെല്ലണം എന്ന് പറയാനുള്ള കാരണം അതാണ്. വിശ്വൻ എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ വിശ്വരൂപൻ, അതേപോലെ വിഷ്ണു എന്നുള്ളത് എല്ലാവരിലും ഭഗവാൻ ഇങ്ങനെ പ്രവേശിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മിലുള്ള ഈ അന്തര്യാമി സാക്ഷി അതാണ് വിഷ്ണു. അതേപോലെ വഷട്കാരൻ, നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഓരോ കർമ്മങ്ങളുടെയും ഇതാ ഈ കർമ്മം ഞാൻ ഇതാ സമർപ്പിക്കുന്നു, ഞാനിതാ ഊണ് കഴിക്കുകയാണ്, ഇത് അങ്ങയിലുള്ള അങ്ങ് എന്നിലിരിക്കുന്നതായിട്ടുള്ള വൈശ്വാനരൻ സംതൃപ്തനാവട്ടെ, ഞാനിതാ ഈ എച്ചിൽ കളയുന്നു. അപ്പോൾ അവിടെയുണ്ട് ദേവനെ. ഇങ്ങനെ സർവ്വദിക്കിലും ദേവത്വത്തെ സങ്കല്പിച്ചുകൊണ്ട്, അതാണ് വഷൾക്കാരൻ. സ്വാഹ എന്ന അഗ്നിയിലേക്ക് ഇടാന്ന് വെച്ചാൽ അവിടെയും. അപ്പോൾ ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥാനമില്ല, അതാണ്. ഇങ്ങനെ കേടുവന്ന സാധനങ്ങളെ മറ്റേ നേരെയാക്കി എടുക്കുന്നതായിട്ടുള്ള ഈശാനനായാലും, ഈ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള നിരവധി ഭഗവാൻ വിഷ്ണു ആയാലും, ഒന്ന് തെക്ക് പടിഞ്ഞാറും ഒന്ന് വടക്ക് കിഴക്കുമാണ്. ഇങ്ങനെ എല്ലാറ്റിനും ഉണ്ട് ഈ ദേവസങ്കല്പങ്ങളിൽ ഈ ഈശിത്വം. അപ്പോൾ ആ ഈശിത്വത്തെ അറിഞ്ഞുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ, വിശ്വത്തെ അങ്ങോട്ട് സ്മരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അനുവാദം മേടിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ക്രിയകളെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്മരണയോട് കൂടിയിട്ട് വേണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ ഫലം? തച്ചിത്ത, അവനിൽ ചിത്തത്തോടു കൂടിയവനും പ്രേതഃ ശുദ്ധനുമായിട്ട് ജപ്ത്വ, അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഗുഹാശയം, ഹൃദയത്തിലിരിക്കുന്ന ആ ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയണു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ
എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ അന്തര്യാമിയെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റും, കൃഷ്ണ ഞാനിത് ചെയ്യണത് ശരിയാണോ, കൃഷ്ണ ഞാനത് ചെയ്യട്ടെ, ഇങ്ങനെ ചോദിക്കാൻ സാധിക്കും. ഇതം കല്യൗത്ഥായ മഹാപുരുഷലക്ഷണം തച്ചിത്ത പ്രയതോ ജപ്ത്വ ബ്രഹ്മവേദ ഗുഹാശയം. അപ്പോൾ ഇത്രയേ വേണ്ടൂ. നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ ശ്ലോകം മുഴുവനെ വായിച്ച് അതൊക്കെ ദിവസേന അർത്ഥം വ്യാഖ്യാനമൊക്കെ ചെയ്ത് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഈ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് ഭഗവാനെ ശരണീകരിക്കുക. അത് പ്രഭാതത്തിൽ നീട്ടുകഴിഞ്ഞാൽ ആദ്യമേ തന്നെ വിശ്വം എന്ന നിലയ്ക്ക് കണക്കാക്കുക. ഇങ്ങനെ സൂതൻ പറഞ്ഞു. അപ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്. ശൗനക ഉവാച ശുകോ യദാഹ ഭഗവാൻ വിഷ്ണുരാധായ ശൃണ്വതേ സൗരോഗണോ മാസി മാസി നാനാവസതി സപ്തക തേഷാം നാമാനി കർമാണി സംയുക്താനാമധീശ്വരൈ ബ്രൂഹി ന ശ്രദ്ധാനാനാം വ്യൂഹം സൂര്യാത്മനോഹരേഃ. ശൃണ്വതേ ശ്രവിക്കുന്നവനായിട്ടുള്ള വിഷ്ണുരാധായ പരീക്ഷത്തിനായിക്കൊണ്ട് ഭഗവാൻ ശുകഃ മഹാജ്ഞാനിയായിട്ടുള്ള ശ്രീശുകൻ മാസി മാസി മാസം തോറും സപ്തകഃ ഗൗരഃ ഗണഃ 7 സൂര്യസംബന്ധിയായിട്ടുള്ള സംഘം നാനാവസതി ഭിന്നമായിട്ട് വസിക്കുന്നുവെന്ന് യത് ആഹ യാതൊന്നിനെയാണോ പറഞ്ഞിരിക്കുന്നത് അധീശ്വരൈഹി സംയുക്താനാം തേഷാം അധീശ്വരന്മാരോട് യോജിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള അവരുടെ നാമാനി കർമാണീച്ച ആ നാമങ്ങളെയും കർമ്മങ്ങളെയും സൂര്യാത്മനഃ ഹരേഹേ സൂര്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഹരിയുടെ വ്യൂഹം ഈ വിഭാഗത്തെ കൂട്ടത്തെ ശ്രദ്ധാനാനാം നഹ ശ്രദ്ധായുക്തന്മാരായിട്ടിരിക്കുന്ന ഞങ്ങളോട് ബ്രൂഹി പറഞ്ഞാലും നേരിട്ടുള്ള ഒരു വാചകമാണ്. ശുകോയത് ആഹ ഭഗവാൻ വിഷ്ണുരാധായ ശൃണ്വതേ വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന് ഈ ശ്രീശുഖബ്രഹ്മർഷിയാകുന്ന മഹാവിഷ്ണു തന്നെ ഇപ്രകാരത്തിലൊക്കെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സൗരോഗണോ മാസി മാസി നാനാവസതി സപ്തകഃ ഈ സൂര്യൻ ഗണങ്ങളോട് കൂടിയിട്ട് എല്ലാ മാസവും പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള 7 ഗണത്തോട് കൂടിയിട്ട് വസിക്കുന്നു എന്ന് തേഷാം നാമാനി കർമാടി അവരുടെ നാമങ്ങളും കർമ്മങ്ങളും സംയുക്താനാം അധീശ്വരൈഹി കൂട്ടിച്ചേർന്നുകൊണ്ട് അധീശ്വര ഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ എങ്ങനെയൊക്കെ ചെയ്യണോ എന്നുള്ളത് ബ്രൂഹി നഹ ഞങ്ങളോട് നന്നായിട്ട് പറഞ്ഞു തരണേ. ശ്രദ്ധാനാം ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ വ്യൂഹം സൂര്യാത്മനോഹരേഹേ ഇത് സൂര്യൻ ആയിട്ടിരിക്കുന്ന ആ ഭഗവാനും ഭഗവാന്റെ കൂടെയുള്ള 6 ഗണങ്ങളും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ഭരിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. ഇനി അതിൻ്റെ മറ്റൊരു ചെറിയൊരു അന്വയത്തിൽ ശ്രദ്ധാനാനാം അതായത് സൂര്യാത്മനഃ ഹരേഹേ ശ്രദ്ധാനാനാം വ്യൂഹം, അതായത് സൂര്യനായിട്ടുള്ള ഈ ഭഗവാൻ ആ ഹരി ഈ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈ വ്യൂഹത്തെ 6 ഗണത്തിൽപ്പെട്ടതായിട്ടുള്ള വ്യൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട്. ആ കാര്യത്തെ പറഞ്ഞു തരണേ എന്നും കൂടി ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ മണ്ഡലം ദേവയോജനം സൂര്യമണ്ഡലം ശ്രീ ഹരി പൂജാസ്ഥാനം എന്ന് പറഞ്ഞതായിട്ടുള്ള മൂർത്തിവ്യൂഹത്തെ ശ്രവിച്ചതായിട്ടുള്ള ശൗനകൻ്റെ ഹൃദയത്തിൽ സൂര്യവ്യൂഹത്തെ വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് ചോദിക്കുകയാണ് ഈ ശൗനകാദി മഹർഷിമാർ. ശൗനകൻ പറഞ്ഞു, ഹേ സൂത, ഭഗവൻ ശ്രീശുഖമുനി ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുന്നതായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനോട് പഞ്ചമസ്കന്ധത്തിൽ സൂര്യൻ്റെ ഒരുമിച്ച് സപ്തഗണം മാസം തോറും വെവ്വേറെയായിട്ട് സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടു. അവരുടെ ആ നാമധേയങ്ങൾ, അവരുടെ പേരുകൾ, പിന്നെ ഓരോ സംഘം അതിൻ്റെ അധിപന്മാർ അവരുടെയൊക്കെ പേരുകൾ, കർമ്മങ്ങൾ, ഇതൊക്കെ എന്താ, അതൊക്കെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ. ഞങ്ങൾ ശ്രദ്ധയോടെ അതന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോടത് പറഞ്ഞു തരണേ. സൂര്യമണ്ഡലം ഭഗവാന്റെ സ്വരൂപം തന്നെയാണല്ലോ. ആ സൂര്യവ്യൂഹത്തെ വിവരിക്കുന്നതും ഭഗവാന്റെ കീർത്തനമായിട്ട് മാറുമല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞു തരണേ എന്ന് പറയാണ്. ശൗനക ഉവാച ശുകോ യദാഹ ഭഗവാൻ വിഷ്ണുരാധായ ശൃണ്വതേ സൗരോഗണോ മാസി മാസി നാനാ വസതി സപ്തക തേഷാം നാമാനി കർമാണി സംയുക്താനാമധീശ്വരൈ ബ്രൂഹി ന ശ്രദ്ധാനാനാം വ്യൂഹം സൂര്യാത്മനോഹരേഃ. അപ്പോൾ സൂതൻ പറയാണ്,